കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്കെന്ന അവസരത്തിനായി കർത്താവിൻ്റെ മഹത്വം കരയറ്റുന്നു. നാം ഓരോരുത്തരെയും വലിയവനായ ദൈവം നടത്തി അവിടുത്തെ കാര്യങ്ങളിൽ സൂക്ഷിച്ചു. ഇന്ന് പകൽക്കാലം നന്ദി അർപ്പിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നാം കടന്നു വന്നിരിക്കുന്നു. പ്രത്യാശയോടും വിശ്വാസത്തോടും ദിവസത്തിൽ നമുക്ക് ദൈവവചനത്തിന് മുമ്പായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുവാനും ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ മടങ്ങുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാർ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കും കർത്താവിൻ്റെ മടങ്ങിയവരെ പിന്നെ അന്ത്യകാല സംഭവങ്ങളെ പറ്റിയാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ത്യകാല സംഭവങ്ങൾ നമുക്ക് പ്രധാനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ദിനംതോറുമുള്ള ക്വാളിറ്റി നിലനിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നൊരു ഘടകമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ള നമ്മുടെ ബോധ്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതങ്ങളുടെ ഇതൊരു അവസാനമല്ലെന്നും ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ചിട്ടയായും ക്രമമായിട്ടും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നടത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് നമുക്ക് വളരെ നിശ്ചയമുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് മുന്നോട്ട് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി. ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചിന്തകളുണ്ട്. മതങ്ങൾക്ക് ചിന്തകളുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നവർ പക്ഷേ ഇതെല്ലാം ഇങ്ങനെ അവസാനിച്ച് പോകത്തേ ഉള്ളൂ എന്നുള്ളതായിരിക്കാം. ചിലർ പറയുന്നത് ഇതിന് മാറ്റമൊന്നും വരില്ല എന്നായിരിക്കാം. പക്ഷേ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്കൊരു മോക്ഷമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ട് ഒരു സ്വർഗമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു മാറ്റമുള്ള ഒരവസ്ഥയുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന മതചിന്തകളും അതല്ലാത്ത ചിന്തകളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസി, ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾ ഇതിനെ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ടും കർത്താവിൻ്റെ വരവോടുകൂടി ആരംഭിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അവസാനത്തെ ലാപ്പ് എന്ന നിലയ്ക്കാണ്. കർത്താവിൻ്റെ പ്രവൃത്തി ദൈവത്തിന് അവൻ്റെ ജനത്തെ അല്ലെങ്കിൽ മനുഷ്യരാശി വീണ്ടെടുക്കാനുള്ള പ്രക്രിയ, അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം കർത്താവിൻ്റെ വരവോടുകൂടി ചെയ്ത് പൂർത്തിയാക്കിയെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള അവസരം അല്ലെങ്കിൽ ബാക്കിയുള്ള ശേഷിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവോടുകൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്ന ആശയം. അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണത് ഡിലേ ആകുന്നത് എന്നുള്ള ചോദ്യവും കൂടെ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് വെച്ചാൽ, ആദ്യത്തെ വരവിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ വരവിൻ്റെ പ്രസക്തി. ഒന്നാമത്തെ വരവിനകത്ത് കർത്താവ് പൂർത്തിയാക്കിയത് അവൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കർത്താവ് ആ പ്രവൃത്തി പൂർത്തിയാക്കി. പാപികളായ മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത് മരണത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെ ആ ലക്ഷ്യം പൂർത്തിയാക്കി കർത്താവ് മുന്നോട്ട് പോവുക. അവൻ ഇന്ന് നമുക്ക് വേണ്ടി, പിതാവിൻ്റെ വലത്ത് ഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആ രക്ഷാന്റെ പ്രവൃത്തി പൂർത്തിയാകുന്നില്ല. അവൻ ഇനി വരാൻ പോകുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവരെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുന്ന ഒരു ഫേസ് കൂടി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ഈ പ്രസംഗങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നാണെങ്കിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമുക്കങ്ങനെ കേൾക്കാറില്ല. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ സർവൈവലിനെ പറ്റിയും നിലനിൽപ്പിനെ പറ്റിയും ഒക്കെയാണ് കൂടുതൽ പറയുക. അഭിവൃദ്ധിയെപ്പറ്റി, നന്മയെപ്പറ്റി, വളർച്ചയെപ്പറ്റി. പക്ഷേ ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവ് എത്രത്തോളം ആസന്നമാണെന്നുള്ള അറിവ്, കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള പ്രതീക്ഷ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതത്തെ വിശുദ്ധിയോടും വ്യക്തതയോടും ദൈവവചനാനുസൃതമായിട്ടും സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതാണ്. കാരണം നാം മനസ്സിലാക്കുന്നു ദൈവപ്രവൃത്തി ഇങ്ങനെ സദാകാലം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ മറ്റു ചില ഘട്ടങ്ങൾ കൂടി ഉണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിരന്തരമായി നടക്കുന്നൊരു പ്രക്രിയയാണെന്ന് വിചാരിച്ച് നമുക്ക് സൗകര്യമുള്ള പോലെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു
ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ഘട്ടങ്ങളിൽ ഇങ്ങനെ കാല് കഴുകുകയും പ്രാർത്ഥിക്കുകയും. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ അന്ന് രാത്രി കർത്താവിൻ്റെ വരവിനെ പറ്റി ദൈവാസം പ്രസംഗിച്ചത് എൻ്റെ മനസ്സിൽ, ഞാൻ ചെറുതാണെങ്കിൽ എൻ്റെ മനസ്സിൽ വളരെ സ്വാധീനം ഉണ്ടാക്കി. അന്ന് രാത്രി ഞാൻ ഒത്തിരി കരഞ്ഞു പോയിട്ട്. അപ്പോൾ അന്നത്തെ തെറ്റുകളെല്ലാം നമ്മൾ കാണുന്നത് വലിയ തെറ്റുകളല്ല, ചെറുതാണെങ്കിൽ പോലും അതെല്ലാം ഏറ്റുപറഞ്ഞ്, കർത്താവേ നീ വരികയാണ്, ഈ രാത്രി ഞാൻ എടുക്കപ്പെടണം, എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചേരുക, അവൻ്റെ സന്നിധിയിൽ നിത്യമായി വസിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭക്തൻ്റെയും ഏറ്റവും വലിയ ആവശ്യം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, ആ ദൈവ സാന്നിധ്യത്തിൽ അവൻ്റെ മുഖാമുഖം കണ്ട് അവനെ ആരാധിച്ച് അവനോടൊപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പ്രസന്നമായ ഭാവി നമ്മൾ മുന്നോട്ട് അവനോടൊപ്പം ആയിരിക്കുക, ആ നിത്യതയിലായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നാം ഇവിടെ ജീവിക്കുന്നത്രയും കാലം നമുക്ക് അധ്വാനമുണ്ട്, നമുക്ക് നേട്ടങ്ങളുണ്ട്, അല്ലേ, ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ. നമ്മളത് ചെയ്യുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലേറെക്കുറെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗവും നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്താനും അതിൻ്റെ സുഖത്തിനും സൗഖ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അതിൽ ഒതുങ്ങുന്നതാണോ നമ്മുടെ ജീവിതം എന്നുള്ള ചോദ്യം നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ഉണ്ടാക്കാവുന്ന സ്വത്തും ധനവും മാനവും ഇതിൽ ഒതുങ്ങുന്നതാണോ എൻ്റെ ജീവിതത്തിൻ്റെ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ളെങ്കിൽ അത് നമ്മളെല്ലാ മനുഷ്യരിലും അരിഷ്ടരാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമുക്കൊരു ചേർക്കലുണ്ട്. അവൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന ഒരു വലിയ മഹത്വമേറിയൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. അവിടെ അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടുന്നതായ ദൈവിക ഗുണങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നതാണ് നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൻ്റെ പ്രത്യേകത. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അവനോട് ബിഹേവ് ചെയ്യണം, അവൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് നമ്മൾ പരിശീലിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടപാടിനകത്ത് നമ്മളുണ്ട്. അവനെ ആരാധിക്കുന്നത് തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പേഴ്സണലായ ചിന്തകൾ വരെ കർത്താവിന് അഭിമുഖമായിട്ട് കർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുകയാണ് നമ്മുടെ ദിനംതോറുമുള്ള പരിശീലനത്തിലൂടെ നമ്മളതാ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു രീതി ജീവിച്ചിട്ട് അവിടെ ചെന്ന് മറ്റു രീതി ജീവിക്കാമെന്ന് അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയല്ല. അവനോടൊപ്പമുള്ള ആ അവസ്ഥയിൽ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളെ രൂപാന്തരത്തിന് വിധേയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള അറിവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് എപ്പോൾ സംഭവിക്കുന്ന അറിയില്ല, നമുക്കതിലേക്ക് പോകാം. നമുക്ക് കൃത്യതയില്ലാത്ത, എപ്പോൾ സംഭവിക്കുന്ന അറിയാൻ പാടില്ലാത്ത ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണെന്നുള്ള ബോധ്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. രണ്ടാമത്തെ വരവിനെപ്പറ്റി പറയുമ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് അറിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് അതിനെ പഠിക്കാൻ പറ്റും, പക്ഷേ ഞാൻ ഈ ഒരു ഓർഡറിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോമിസാണത്. ഒരു പ്രോമിസ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു പ്രോമിസാണ് അത്. അപ്പോസ്തല പ്രവൃത്തി 1:11 നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, അപ്പോസ്തല പ്രവൃത്തി 1:11 നമ്മളിങ്ങനെ കാണുന്നത്, ഗലീല പുരുഷന്മാരെ അവരോട് പറയുന്നത്, 10ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇതാണ് എന്നെ പ്രോമിസ്. ഇതൊരു വാഗ്ദത്തമാണ്. ഹൃദയം കലങ്ങിപ്പോയ ഒരു കൂട്ടം മനുഷ്യരാണ് നോക്കിയിരിക്കുന്നത്. 3.5 വർഷക്കാലം ഒരുമിച്ച് നടന്ന് ഉണ്ടുറങ്ങി, അല്ലേ, എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കി, ഈവൻ ടാക്സ് അടയ്ക്കാൻ വരെ പൈസ കണ്ടെത്തിയ കർത്താവ് ഇല്ലാതായി പോയാൽ നിമിഷങ്ങളായിരുന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, യാത്രയ്ക്ക് യാത്ര, എല്ലാ കാര്യവും സുഭിക്ഷമായിരുന്നു. 3.5 വർഷക്കാലം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചവർ ജീവിച്ചു. എവിടെ ചെന്നാലും റെസ്പെക്റ്റ്, ഗുരുവിൻ്റെ ശിഷ്യന്മാർ, എല്ലാം പല നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ക്രൂശീകരണം തൊട്ട് അവരുടെ മുഖം വാടി തുടങ്ങി.
അവർ ചിഹ്നിക്കപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഉള്ളിലുള്ള ധൈര്യവും ആധികാരികതയും നഷ്ടപ്പെട്ടു. ഞങ്ങളൊരു പ്രഗത്ഭനായ ഗുരുവിൻ്റെ ശിഷ്യനാണെന്നുള്ള ബോധമൊക്കെ മാറി. അവിടെ അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകാൻ തുടങ്ങി. അവൾ ഞരങ്ങാൻ തുടങ്ങി. അവർക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. സമൂഹത്തിൽ ഇതുവരെ നമ്മൾക്ക് മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇനിമേലില്ല. ആ ഭയം അവർ പിടികൂടുന്നൊരു ഘട്ടത്തിലാണ് നമ്മളിവരെ കാണുന്നത്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവൻ മരണത്തെ ജയിച്ചു മടങ്ങി വന്നെന്നുള്ളത് പോലും വിശ്വസിക്കാൻ അവർക്ക് പലർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവരെല്ലാം വന്ന് കർത്താവിൻ്റെ അസെൻഷൻ അല്ലെങ്കിൽ അവൻ്റെ സ്വർഗാരോഹണം അവർ നേരിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ, നമുക്ക് അവർ ദൂതന്മാരെന്ന് മനസ്സിലാക്കാം. അവർ പറയുന്നത് എങ്ങനെയാണ്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഈ ആകാശത്തിലേക്ക് നോക്കി കാണുന്ന ഈ കാഴ്ചയില്ലേ, അതുപോലെ അവൻ വീണ്ടും മേഘങ്ങളിൽ മടങ്ങി വരും. ഈ ഒരു വാഗ്ദത്തം, ഒരു പ്രത്യാശയാണ് പിന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹൃദയം തകർന്നു പോയ മനുഷ്യന്, പ്രതീക്ഷയില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക്, ഹൃദയത്തിൽ നമ്മൾ തകർന്നു നിൽക്കുമ്പോൾ ഇതിനെന്ത് കർത്താവ് പരിഹാരമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മറുപടിയാണ്, ഇതിനെല്ലാം അന്തം വരുത്തുന്ന ഒരുത്തനുണ്ട്. നമ്മൾ അനീതി കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ, ദോഷം കാണുമ്പോൾ, പിശാചിൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ, പിശാച് സമൂഹങ്ങളെയും ജനതകളെയെല്ലാം തകർത്ത് കളയുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇതെന്താണ് ഈ അനീതി, ഇങ്ങനെ എന്താണ് തെറ്റുകളിങ്ങനെ ആവർത്തിക്കുക, എന്തുകൊണ്ട് തിന്മ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് മനുഷ്യരാശികൾ ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് നമുക്കും തോന്നില്ല. നമ്മുടെ ചുറ്റുവട്ടം കാണുമ്പോൾ ഒരു 20 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ട കേരളത്തിൽ നമ്മൾ എത്രത്തോളം മാറിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത നമ്മുടെ ഒരു സാംസ്കാരികതയും ഒരു സാമൂഹിക മാനവികതയൊക്കെ മാറി പോയിട്ട് പരസ്പരം ഭിന്നിക്കുന്ന, കടിച്ചു കീറുന്ന, വഴക്കുണ്ടാകുന്ന, വെറുക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ ഇടയിൽ ഭിന്നതകൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും, കർത്താവ് ഇതിനൊന്നും അവസാനമില്ലേ നമുക്ക് തോന്നിപ്പോവും, ഇതൊന്നും തീരുകയില്ലേ നമുക്ക് തോന്നിപ്പോവും, ഇതിനൊന്നും അവസാനം വരുത്താൻ ആരുമില്ലേ. ഇത്തരം പ്രത്യക്ഷമായ അനീതി കാണിക്കുമ്പോൾ തെറ്റുകളെ ശരിയാക്കുന്ന ആളുകൾ, ശരികളെ തെറ്റാക്കുന്നവർ, മനുഷ്യർ കൺഫ്യൂസ്ഡാണ്. എവിടെയാണ് സത്യം, എവിടെയാണ് നീതി, എവിടെയാണ് ശരി? നമ്മൾക്ക് വളരെ വ്യക്തതയോടെ അറിയും ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ ഒരു 10 പേര് വന്നിട്ട് പറയും ഇത് തെറ്റാണെന്ന് പറയുക. ഇത് തെറ്റാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായ നമ്മുടെ എല്ലാ ബോധ്യങ്ങളും എല്ലാ അറിവുകളും വെച്ച് നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം ഒരു 15 പേര് വന്നിട്ട് പറയുക ഇത് ശരിയാണ്, ഇങ്ങനെയാണ് ശരി. നമ്മളത് കുഴഞ്ഞു പോവും, സംശയിച്ചു പോവും. ഇതിനൊന്നും പരിഹാരമില്ലേ, എവിടെയാണ് കർത്താവേ നീതി എന്ന് നിലവിളിക്കുന്ന ചിന്തകൾ. ഇത് ഈ ബൈബിൾ പശ്ചാത്തലത്തിലുമുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് സത്യവും നീതിയും ചെയ്ത, രോഗികളെ സൗഖ്യമാക്കിയ, ജനതതികൾക്ക് ഭക്ഷണം കൊടുത്ത, മരിച്ചവർ ഉയർപ്പിച്ച, നന്മ മാത്രം ചെയ്ത് അവരുടെ മുമ്പിൽ നടന്ന കർത്താവ് ഒരു ദിവസം ക്രൂശിക്കപ്പെടുക. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാ കൂടെ നടന്നവർ, അവരാരും ദൈവങ്ങളല്ല. അവർക്ക് തോന്നി ഇത്രയും നന്മ ചെയ്തിട്ടും, ഇത്രയും ശരി ചെയ്തിട്ടും, മനുഷ്യരെ ഇത്രയും സഹായിച്ചിട്ടും, ഇത്രനേരം അത്ഭുതങ്ങൾ ചെയ്ത ഒരു ആളെ, ഞങ്ങളുടെ ഗുരുവിനെ ഇവർ തൂക്കിക്കൊള്ളാൻ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? എന്നാണ് നീതി വരിക, എന്നാണ് സത്യം വരിക? അവരുള്ളിൽ പടഞ്ഞിട്ടുണ്ടാവും, ഭയന്നിട്ടുണ്ടാകും. ഇത്രയും ശക്തനായ കർത്താവിനെ തൂക്കിക്കൊല്ലാൻ കഴിയുമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്നാ അവർ ഭയപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഹൃദയത്തിൽ തകർന്നു പോയ മനുഷ്യരുടെ മുമ്പിലേക്കാണ് ആ 2 മനുഷ്യർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയില്ലേ, ഇത് അവസാനമൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് അവനൊരു വരവും കൂടെ വരും. ഹല്ലേലൂയ, അവനൊരു വരവും കൂടെ വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ശങ്കിക്കേണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരം അനുഭവിക്കേണ്ട. ദൈവത്തിൻ്റെ നീതി അവസാനിക്കുന്നതല്ല, അത് ഇനിയും പ്രത്യക്ഷപ്പെടുന്നതാണ്, ഇതോടെ തീരുന്നതല്ല. ഒരു മരണം കൊണ്ടോ ഒരടക്കം കൊണ്ടോ അവസാനിക്കുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ നീതി. ആ ദൈവത്തിൻ്റെ നീതി അതിന് പൂർത്തിയാക്കാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കാണുന്ന നമ്മുടെ അനീതികളും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളൊന്നും എന്നേക്കും നിൽക്കേണ്ടതല്ല. ഇതിനൊക്കെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്, ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് പോകരുതെന്ന് ദൈവം വെച്ച് അതിർ വെച്ചിട്ടുണ്ട്. ആ തക്ക സമയത്ത് അവൻ തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കും. ആ നാളുകളിലായിരിക്കും കർത്താവ് മടങ്ങി വരികയും ലോകത്തെ വിധിക്കുകയും ചെയ്യുക നാം തിരിച്ചറിയണം.
അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പതർച്ച അനുഭവിക്കരുത്. നാം സേവിക്കുന്ന ദൈവം സത്യത്തെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്, നീതിയെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. അവൻ്റെ നീതി പ്രദർശിപ്പിക്കുന്ന ദൈവമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തമാണ് നമ്മുടെ ജീവിതത്തിൽ. അവൻ നമുക്ക് വേണ്ടി വീണ്ടും വരും. ആമേൻ. അവൻ നമുക്ക് വേണ്ടി വീണ്ടും വരുന്ന കർത്താവാണ്, ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. അതുകൊണ്ട് തന്നെ ആ നിമിഷങ്ങൾ വരെ, ലോകാവസാനത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് പറയുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിന്നെ വലം പകരം പിടിച്ച് ഞാൻ നിന്നെ വഴി നടത്തും. ഇത്രയും ശക്തമായ പ്രോമിസ് വരാൻ കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ സാധാരണ മനുഷ്യരാ, പിടഞ്ഞു പോകുന്ന മനുഷ്യരാ. പരാജയങ്ങൾ കാണുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏൽക്കുന്ന മുറിവുകൾ വരുമ്പോൾ നമ്മൾ പിടഞ്ഞു പോകുന്ന സാധാരണ മനുഷ്യരാ. നമുക്ക് ഒത്തിരി അറിവും ബുദ്ധിയും ജ്ഞാനവും വിദ്യാഭ്യാസവും പണം എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങൾ നമ്മൾ വെറും സാധാരണ മനുഷ്യരെ പോലെ ആയിപ്പോവും. എത്ര ശക്തനായാലും ആശുപത്രിക്കിടക്കെ കിടന്നുകൊണ്ട് കുഞ്ഞു കുട്ടികളെ പോലെ കരയത്തില്ലേ? കരയും. നമ്മുടെ ബലം, ഈ ശരീരത്തിൽ ബലം നിൽക്കുന്നവരെ നമ്മൾ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ബലവാനാകുന്നുള്ളൂ. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും ചില നിമിഷങ്ങളിൽ നമ്മൾ വെറും സാധാരണ മനുഷ്യരാണെന്ന് നാം തിരിച്ചറിയണം. അവിടെ നമ്മുടെ ഉള്ളിൽ പിടയ്ക്കും, നമ്മൾ തകർന്നു പോവും, പ്രതീക്ഷയില്ലാതാവും. അവിടെ എല്ലാം കർത്താവ് പറയുന്നത്, ഇല്ല ഞാൻ വരും. ഇതൊന്നും എല്ലാ കാലത്തേക്കും നിൽക്കുന്നതല്ല. ആ വാഗ്ദത്തം ഇന്ന് പൽക്കാലം നമ്മൾ ഉറപ്പിക്കണം. എൻ്റെ കർത്താവ് മടങ്ങി വന്ന് ഇതിനെല്ലാം പരിഹാരം വരുത്തുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇതെല്ലാ കാലം പിശാചിൻ്റെ കളി നടക്കില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തെ പല മേഖലകളിലും പൈശാചികൻ തകർക്കുകയോ ഉടയ്ക്കുകയോ നമ്മളെ ഭാരപ്പെടുത്തുകയോ മുന്നോട്ട് വിടില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഓർത്തിരിക്കണം, അവൻ നമുക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുന്ന ദൈവമാണ്, മടങ്ങി വരുന്ന ദൈവമാണ്. ഇത് കാലാകാലം നിർത്തുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. കാരണം അത് അവൻ്റെ വാഗ്ദത്തമാണ്. എങ്ങനെ പറയുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഈ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കണം. ഇനി ആ വരവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് നമ്മൾ കണ്ടതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മരണമൊക്കെ ഏറ്റുപോകുന്ന ഒരാളെയല്ല നമ്മൾ കാണുന്നത്. ശക്തിയോടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവിനെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ മത്തായി 24:30 നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 29 നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ്: ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണാം. ഇവർ കണ്ടു നിൽക്കുന്ന ആരെയാണെന്നറിയാമോ? ഈ ശിഷ്യന്മാർ കാണുന്നത്, അല്ലെ അവരിതുവരെ കണ്ടേക്കുന്ന കാഴ്ച, ക്രൂശിക്കപ്പെട്ട, വലിച്ചിഴയ്ക്കപ്പെട്ട, മുള്ള് ആണി തറയ്ക്കപ്പെട്ട, വിങ്ങുന്ന, വേദനിക്കുന്ന, നിലവിളിക്കുന്ന കർത്താവ്, അടക്കപ്പെട്ട കർത്താവ്. പിന്നെ കാണുന്നത് ഈ അസെൻഷനാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറൊരു പ്രത്യക്ഷത നമുക്കിവിടെ കാണാൻ കഴിയും. അതെങ്ങനെയാണ്? മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നൊരു കർത്താവ്. അവൻ തൻ്റെ ശക്തി തെളിയിച്ച്, അധികാരം തെളിയിച്ച് വരുന്നൊരു വരവായിരിക്കും. ഈ വരവിൻ്റെ പ്രത്യേകത, അതിനകത്ത് അവൻ തകർക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവൻ അടക്കപ്പെട്ടതോ ആയ, അല്ലെങ്കിൽ തോറ്റുപോയെന്ന് ലോകം വിചാരിക്കുന്ന പോലെ അല്ല, ജയിച്ചവനായ ഒരു മടങ്ങി വരവാണ്. അവൻ തേജസ്സോടെയും ശക്തിയോടും, അവൻ്റെ എല്ലാ അധികാരത്തോടും ശക്തിയോടും മടങ്ങി വരുന്നത്. ഈ കാഴ്ച നമ്മൾ കാണുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവിനെ നമ്മൾ പലപ്പോഴും അറിയുന്നതിന് ഈ ഒരു ഡയമെൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ മഹാശക്തിയോടെ മടങ്ങി വരുന്ന കർത്താവാണ്, അധികാരത്തോടെ മടങ്ങി വരുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഈ ലോകക്രമങ്ങളിൽ കാണുന്ന സകല തിന്മകളുടെ മേലെയും വിധിക്കാൻ, ജഡ്ജ് ചെയ്യാൻ, അതിനെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവൻ്റെ ഈ സോവറിൻ അതോറിറ്റിയും പവറും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ പ്രതിസന്ധിയെ കണ്ട് നമ്മൾ ഞരങ്ങിപ്പോവും, താഴേക്ക് ഇടുമ്പോൾ.
ഞാൻ മധ്യപ്രദേശിൽ താമസിക്കുന്ന കാലത്ത് എനിക്ക് വളരെ ഭയമുണ്ടാകുന്നൊരു ഘട്ടമുണ്ടായി. വളരെ ഭയപ്പെട്ടു പോകുന്നൊരു അനുഭവം എനിക്കുണ്ടായി. അതൊരു വലിയ ലോങ് ആയിട്ടുള്ള അനുഭവമാണ്. ആ ഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതൊരു കാര്യം അതാണ്, നമ്മുടെ കർത്താവിൻ്റെ ആ സോവറിൻ അതോറിറ്റിയെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയണം. കർത്താവിൻ്റെ ഒരു അതോറിറ്റിയുണ്ട്. കാൽവരിൽ പിശാചിനെ തോൽപ്പിച്ച് അവൻ സ്വീകരിച്ച, അവൻ നേടിയെടുത്ത വലിയൊരു അധികാരവും ശക്തിയും മഹത്വമൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ആ രീതിയിൽ കർത്താവിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ നേരിടാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കൂടെയുള്ളവൻ ആരെന്നുള്ള ബോധം നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂടെയുള്ള കർത്താവിൻ്റെ ശക്തി എന്താണ്, അവൻ്റെ ബലം എന്താണെന്ന് അറിയണം. നമ്മളിരിക്കുന്ന ഓരോരുത്തരും, നാം ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മളതിൻ്റെ കീഴെ മുട്ടുകുത്തി പോകുന്നവരാ, തളർന്നു പോകുന്നവരാ, ക്ഷീണിച്ചു പോകുന്നവരാ. നമ്മളതിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയും തകരുകയൊക്കെ ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റിയും അധികാരത്തെപ്പറ്റിയും നമുക്ക് യഥാർത്ഥ ബോധ്യമുണ്ടെങ്കിൽ നമുക്കതിനെ മേലെ ജയിക്കാൻ കഴിയും. കാരണം ആ ബോധ്യത്തിലാണ് അതിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്. പിശാച് നമ്മുടെ മുമ്പേ കൊണ്ടുവരുന്ന, ശത്രു നമ്മുടെ കൊണ്ടുവരുന്ന ഓരോ ചോദ്യങ്ങളെയും നമ്മളെ ചെറുതാക്കി കാണിക്കുകയും നമ്മളിലുള്ള ദൈവബോധത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ടാണ് വരിക. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ അറിവ് നമ്മുടെ കർത്താവ് സർവ്വശക്തനാണ് എന്നുള്ള ബോധ്യമാണ്, അല്ലേ? നമ്മുടെ കർത്താവ് സർവ്വശക്തനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏത് ശക്തി, ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും അധികാരമുള്ള, സകല മുഴങ്കാലും മടങ്ങുന്ന, സകല നാവും ഏറ്റുപറയുന്ന മഹാശക്തനായ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ ബോധ്യമില്ലാത്തടത്താണ് നമ്മൾ പ്രതിസന്ധികൾ മുമ്പിൽ നമ്മൾ ഇളകി പോകുന്നു, തളർന്നൊക്കെ പോകുന്നത്. ഇത് പറയാൻ എളുപ്പമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് ആ സുഹൃത്ത് എന്നെ അത് പഠിപ്പിച്ചു തന്ന മുതൽ ഞാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എൻ്റെ ഏറ്റവും പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ ഞാൻ പിടിച്ചു നിന്നതിന് എൻ്റെ ഉള്ളിൽ ഞാൻ ആ ബോധ്യത്തെ കുറേ കൂടെ ഉറപ്പിച്ചിട്ടാണ്. എല്ലായ്പ്പോഴും സാധിച്ചെന്ന് വരില്ല, എന്നാൽ പോലും. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി ഉണ്ടാകേണ്ട നല്ലൊരു ബോധ്യമാണ്. കാരണം ഞാൻ ആരുടെ പൈതലാണ്, ആരുടെ മകനാണ്, ആരുടെ മകളാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ ചില ശക്തികൾ, ചില പ്രകടനങ്ങളെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ കുലുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം നമ്മുടെ കൂടെയുള്ളവൻ ആരും നമുക്കറിയത്തില്ലാത്തതുകൊണ്ട്. പ്രവാചക ശിഷ്യന് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അരാമ്യ പടക്കൂട്ടം തോന്നുന്നു വന്ന് ചുറ്റും ഒരു വളഞ്ഞു, അവനെ പിടിക്കാനായിട്ട് വരുവാ പ്രവാചകനെ കൊണ്ടില്ല. അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അവൻ കാണുന്നത്, പിതാവേ, അഗ്നിയശങ്ങളും അഗ്നിരഥങ്ങളും. അവൻ അതുവരെ കാണാത്തൊരു കാഴ്ച കാണുക. അവൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യം എങ്ങനെ ഇറങ്ങുന്നതെന്ന് അവൻ അന്ന് കണ്ടു. ഈ കാഴ്ച കാണുന്നിടത്താണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയുന്നുള്ളൂ. ആ കാഴ്ച കാണാൻ തക്കവണ്ണം നമുക്ക് ഉള്ളിലൊരു ഒരുക്കമുണ്ടാകണം, ഒരു ആഗ്രഹം ഉണ്ടാകണം. കർത്താവ് നീ എത്ര സർവ്വശക്തനാണെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു തരണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. ആ പ്രാർത്ഥന നമുക്കുണ്ടാകണം. പ്രതിസന്ധികളെ കണ്ട് താഴ്ന്നു പോകാതെ കർത്താവ് ഉറച്ചു നിൽക്കാനായിട്ട് എനിക്ക് ബലം തരണം, നിൻ്റെ ശക്തിയും മഹത്വം എൻ്റെ ഉള്ളിൽ ആവാഹിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ, ഉറപ്പിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾക്ക് എത്രത്തോളം തളർന്നു പോകാൻ കഴിയും, എത്രത്തോളം ക്ഷീണിച്ചു പോകാൻ കഴിയും, എത്രത്തോളം വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് ഉടഞ്ഞ് തകർന്ന് എത്ര കാലം നമുക്കിങ്ങനെ പോകാൻ കഴിയും? നമ്മൾ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര കാലം നമ്മളിങ്ങനെ ബലഹീനരും തളർന്നവരും ക്ഷീണിച്ചവരും ബന്ധിതരും നിരാശരുമായിട്ട് നമ്മൾ എത്ര കാലം പോകും? നമുക്കതിന് കഴിയില്ല. നമുക്കതിനെ മറികടന്നില്ലേ പറ്റൂ. മറികടക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സർവ്വശക്തനായാണ്, മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നവൻ നമ്മുടെ കൂടെ ഇന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അവൻ നമ്മുടെ കൂടെ ഇന്നുണ്ട്, ഈ നിമിഷങ്ങളിലുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നത്, ആരാധിക്കുന്നത് അവൻ്റെ മഹത്വത്തിന് മുമ്പിലായിരിക്കുന്നത്. നമ്മുടെ നഗ്നമായ നേത്രം കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറന്ന് നമുക്ക് കാണാൻ കഴിയണം ആ മഹത്വവും ആ ശക്തിയും ആ ബലവും എല്ലാം നമുക്ക് കാണാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ മേലും നമുക്കെതിരെ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികൾ മേലും ജയിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇന്ന് പലക്കാലം നമുക്കത് വിശ്വസിക്കാൻ കഴിയട്ടെ. ഇനി കർത്താവിൻ്റെ ഈ വരവ് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? പിതാവിന് കൂടി അറിയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 5:2 കർത്താവിന്റെ
ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ്: നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, സമയം അറിയില്ല. അത് വേറെ പലയിടത്തും പറയുന്നുണ്ട്, ജസ്റ്റ് ഒരെണ്ണം വായിച്ചെന്ന് മാത്രം. കള്ളൻ പകരം വരുന്ന പോലെ, നമ്മളെ ആരെയും അറിയിച്ചിട്ട് കള്ളൻ വരില്ലല്ലോ എന്ന് പറയുന്ന പോലെ, ഈ അവൻ്റെ വരവിനെ സംബന്ധിച്ച്, സമയം സംബന്ധിച്ച് ഇന്ന് വരെ ഒരു ക്ലിപ്തത പറയാത്തൊരു കാര്യമാണ്. പിതാവില്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് വചനം പറയുന്ന തരത്തിൽ ദൈവസന്നിധിയിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഡേറ്റാണത്, എന്ന് വരും എന്നുള്ളത്. അതിന് ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടാവാം. എന്തുകൊണ്ടത് പറയുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് ഒരു ദിവസം നടക്കും. പക്ഷെ നമുക്ക് സമയം അറിഞ്ഞുകൂടാ. എന്താ അതിൻ്റെ പ്രസക്തി? അതിൻ്റെ ആവശ്യം എന്താ? ഇന്ന് നീറ്റ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞതെന്ന് തോന്നുന്നു. ഈ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. നാളെ രാവിലെയാണെന്നൊക്കെ ഇന്ന് രാത്രിയിലൊക്കെ പറയുന്ന അവസ്ഥ എന്ന് ഓർത്ത് വയ്ക്കുക. അല്ല, നാളെ രാവിലെ ഒരൊറ്റ ഡിക്ലറേഷൻ, ഇന്ന് 9 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും എത്തിപ്പെടാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? അല്ലേ? ഒരു ഡേറ്റ് നേരത്തെ ഡിക്ലെയർ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ക്രൈസിസ് അത്. ആർക്കും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഡേറ്റ് ഡിക്ലെയർ ചെയ്താൽ ആ സമയത്തേക്ക് മാത്രമുള്ള ഒരുക്കമായിരിക്കാം. ഇവിടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെല്ലാം ഇപ്പോഴും റെഡിയായിരിക്കുക എന്നുള്ള ഒരു നിർബന്ധിത വ്യവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സമയം അറിയില്ല നമുക്ക്. ഇപ്പോൾ നടക്കില്ല. നാളെയാണോ, അടുത്ത നിമിഷമാണോ, ഇന്ന് വൈകിട്ടാണോ, നാളെ രാവിലെയാണോ, നമുക്കറിയില്ല. നമുക്ക് കൃത്യതകളില്ല. അതിൻ്റെ അർത്ഥം എന്താ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്നത്? ഏത് നിമിഷവും കർത്താവിൻ്റെ വരവുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിനുവേണ്ടി എടുക്കപ്പെടാൻ ഞാൻ തയ്യാറായിരിക്കണം. അതിനുവേണ്ടി ഞാൻ ശാരീരികവും മാനസികവും ആത്മീയവുമായി ദൈവ പദ്ധതിയോട് അടുത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതിനെപ്പറ്റി വിശദീകരണം, 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെട്ടു. അങ്ങനെയാണ് അതിന് വിശദീകരിക്കുന്നത്. 2 പേർ വയലിലായിരിക്കും, അതിലൊരാൾ എടുക്കപ്പെട്ടു, മറ്റേ ആൾ എടുക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലെ ആരെല്ലാം റെഡി ആയിരിക്കുന്നോ അവർക്ക് മാത്രമേ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 10 കന്യകമാരുടെ ആ ഒരു ഉപമ ഉള്ളത്. നമുക്കറിയാവുന്ന, ഞാൻ വായിക്കുന്നില്ല. 10 കന്യകമാരുടെ ഉപമയ്ക്കകത്ത് 5 പേർക്ക് പറ്റുന്നുള്ളൂ. വിളക്ക് കത്തിച്ച് എണ്ണയും സ്റ്റോർ ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ ആ സമയത്ത് പോകാൻ കഴിയുന്നുള്ളൂ. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിക്ലെയർ ചെയ്യാത്ത സമയത്തിൻ്റെ പ്രശ്നം അതാ. നമ്മളെപ്പോഴും റെഡിയായിരിക്കാൻ അത് ആവശ്യപ്പെടുന്നത്. ഏത് നിമിഷവും റെഡിയായിരിക്കാൻ ആവശ്യപ്പെടുന്നത്. എപ്പോൾ വേണേലും സംഭവിക്കാം, എപ്പോൾ വേണേലും വരാം. ഇന്ന് പലകാലം ചോദ്യം നമ്മുടെ മുമ്പിൽ ഇതാണ്: ഈ നിമിഷങ്ങളിൽ കർത്താവ് വന്നാൽ നമ്മളതിനകത്ത് റെഡിയാണോ? കർത്താവ് ഈ നിമിഷങ്ങളിൽ വരാനായിട്ട് അവൻ തീരുമാനമെടുത്താൽ നമ്മൾ റെഡിയാണോ? നമ്മൾ എന്തിനു വേണ്ടി റെഡിയായിട്ടിരിക്കുന്നത്? ഈ ആരാധന കഴിഞ്ഞ് അങ്ങനെയല്ല, ഇത് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ വേറെ ബിസിനസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇതിൻ്റെ അവസാനത്തോട് അടുക്കുന്നതോടെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എപ്പോഴാണ് അടുത്ത വണ്ടി, എപ്പോഴാണ് മൂവ് ചെയ്യേണ്ടത്, അവിടുത്തെ കാര്യം എന്തായെന്നൊക്കെ ആലോചിച്ചില്ലേ നമ്മളിരിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള ഒരു ആഗ്രഹവും വാഞ്ചയും നമ്മുടെ ഉള്ളിലുണ്ടോ? അത് ഉള്ളിലുണ്ടായിരുന്നൊരു തലമുറ 2-3 തലമുറ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല, അവരൊന്നും ആഗ്രഹിച്ചതുമില്ല. അവരുള്ളത് വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി വന്ന കുറേ മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അവരാണ് പ്രത്യാശയോടെ ജീവിതം അവസാനിപ്പിച്ചത്. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം പ്രത്യാശ നിറഞ്ഞായിരുന്നു. അവർക്കറിയായിരുന്നു അവർ വിളിക്കപ്പെടുന്നത്, അവർക്കറിയായിരുന്നു ദൂതൻ വന്ന് നിൽക്കുന്നത്, അവർക്ക് കാണാമായിരുന്നു അവർ വഴി തെളിഞ്ഞ് കിടക്കുന്നത്, അവർക്ക് കാണാമായിരുന്നു ദൈവം വിളിക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. വളരെ പ്രത്യാശയോടെ ജീവിച്ച കുറേ ഭക്തന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു നമുക്ക് മുൻ തലമുറകളിൽ. നമ്മൾ ഇന്ന് പല കാര്യങ്ങളായാലും വ്യാകുലപ്പെട്ടും ചിന്തിച്ചും മാർത്തയെ പോലെ വ്യാകുലപ്പെട്ടിങ്ങനെ നടക്കുന്ന കുറേ മനുഷ്യരാണ്. പക്ഷെ കർത്താവിൻ്റെ സമയം എന്തെന്നറിയാത്തത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള മനസ്സും പഠനവും ചിന്തയും നമുക്ക് പലപ്പോഴും ഇല്ല. ഇന്ന് പലക്കാലം ചോദ്യം പ്രസക്തമാണ് ഇതുകൊണ്ടാണ്. ഇന്ന് കർത്താവ് വന്നാൽ, ഈ നിമിഷങ്ങൾ വന്നാൽ നമുക്ക് അവൻ്റെ കൂടെ പോകാൻ പറ്റുമോ? ആ നിത്യയിൽ പ്രവേശിക്കാൻ പറ്റുമോ? ആ കന്യകമാരുടെ കാര്യം പറഞ്ഞ പോലെ കാര്യം നമ്മളെല്ലാം ചെയ്തതാണ്. പക്ഷേ
ഇപ്പോൾ പോകാനായിട്ടുള്ള എണ്ണ നമ്മുടെ കയ്യിലുണ്ടോ? സ്റ്റോറായിട്ടുണ്ടോ? ഇപ്പോൾ വിളക്ക് കളിക്കാൻ കഴിയുമോ? പണ്ട് വിളക്ക് തെളിച്ച കാര്യമല്ല ചോദിക്കുന്നത്. പണ്ട് കത്തിച്ച് എന്താ അങ്ങനെ ഫയറായിട്ട് നിന്ന കാര്യമല്ല ചോദിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നിന്ന് കത്താനായിട്ടുള്ള എണ്ണ നിൻ്റെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ? വെളിച്ചം ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? ദൈവം പകർന്ന ആത്മശക്തി അങ്ങനെ തന്നെയുണ്ടോ? ദൈവം തന്ന സത്യത്തിൻ്റെ വെളിച്ചം അങ്ങനെ തന്നെയുണ്ടോ? ദൈവം പകർന്നുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവ സാമീപ്യമൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണോ ഇപ്പോൾ? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഇന്ന് കർത്താവ് നമ്മുടെ മുമ്പിൽ വന്നാൽ അവൻ്റെ ഒപ്പം എടുക്കപ്പെടാൻ നമുക്ക് കഴിയുമോ? നമ്മളതിന് യോഗ്യരാണോ? നമ്മളതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്കകത്ത് എൻ്റെ കർത്താവ് നീ ഇന്ന് വരികയാണെങ്കിൽ എനിക്ക് നിൻ്റെ ഒപ്പം വരണം, നിൻ്റെ ഒപ്പം നീ സദാകാലം നിൻ്റെ മുഖം നോക്കി എനിക്ക്, അങ്ങനെയൊക്കെ ഒരു സ്നേഹവും കരുതലും ഒരു ആഗ്രഹവും വാഞ്ചയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? അതുണ്ടാവണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കാതലായ ഒരു തിയോളജി. അത് ഒരു കാതലായ ഒരു വേദശാസ്ത്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒപ്പം നമ്മൾ വസിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ വാഞ്ച. അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പലപ്പോഴും സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ ട്രസ്റ്റ്, ഇതാണ് നമ്മുടെ ഫോക്കസ്. ഞാൻ പെട്ടെന്ന് പോവാം. ഇനി ആർക്ക് വേണ്ടിയാണ് വരുന്നത്? എബ്രായ ലേഖനം ഒന്ന് വായിച്ചാൽ, എബ്രായ ലേഖനം 9:8. സോറി. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വീണ്ടും വരും എന്നുള്ളതാണ് ആ വാക്യം. ഇരുപത്തി 9:28 ആ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. ഇതാണ് വാക്യം. എഴുതി വെച്ചതിൽ മാറിപ്പോയതാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. ആരാധിച്ചവർക്ക് വേണ്ടിയല്ല, ഓഫറിങ് കൊടുത്തവർക്ക് വേണ്ടിയിട്ടല്ല, സ്ഥാപനങ്ങൾ നടത്തിയവർക്ക് വേണ്ടിയിട്ടല്ല, പ്രസംഗിച്ചവർക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതങ്ങൾ അടയാളം ചെയ്തവർക്ക് വേണ്ടിയിട്ടല്ല, ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചവർക്കും വേണ്ടിയിട്ടല്ല. അവന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അവന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? അവന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. നമ്മൾ അവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അവനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവൻ്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ, കർത്താവായ യേശു വേഗം വരണമേ എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ അവസാന ഭാഗം പറയാറുണ്ട്. കർത്താവ് വേഗം വരണമേ. ആദ്യമായാലും വിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞു, മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മാറാനാഥ എന്തായിരുന്നു അവരുടെ ആഗ്രഹം എന്നറിയാവോ? എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്നായിരുന്നു പ്രത്യാശ. അതാ മരിക്കുമ്പോഴേ അവരുടെ പ്രത്യാശ അതായിരുന്നു, കർത്താവ് ഉടനെ വരും, മടങ്ങി വരും. അതുകൊണ്ടാണ് അവർ ലോകത്തിന് വളരെ ഇഷ്ടമുള്ളവരായിരുന്നില്ല. കർത്താവിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് കർത്താവിനെ പ്രതീക്ഷിച്ച് അവർ ജീവിക്കുമ്പോൾ ലോകം അവരുടെ ഒരു കാര്യമായിരുന്നില്ല. അവർ കാത്തു നിന്ന് കർത്താവിന് വേണ്ടിയായിരുന്നു. അവർ ചെയ്തത് മുഴുവൻ കർത്താവിന് വേണ്ടിയായിരുന്നു. അവർ പ്രവർത്തിച്ചതും ചിന്തിച്ചതും വാഞ്ചിച്ചതും എല്ലാം കർത്താവിന് വേണ്ടിയായിരുന്നു. ഇന്ന് പൽക്കാലം ദൈവമക്കളെ, നമ്മളുള്ള ചോദ്യം ഇതാണ്: നമ്മൾ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണോ? കർത്താവിൻ്റെ വരവിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? ദൈവഹിതത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ദൈവേഷ്ടം ചെയ്യുവാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇന്നുപോലെ കർത്താവിനോട് നമ്മൾ പറയുന്നത്, കർത്താവേ, നീ വേഗം വരണം. എൻ്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾക്കും നടുവിൽ നീ ഇറങ്ങി വരണം. നിൻ്റെ വരവിനെ കാത്ത് ഞാൻ നിൽക്കുക കർത്താവേ എന്ന് പറയാൻ കഴിയണം.
ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ഭക്തന്മാരിവിടെ ഇപ്പോഴും ജീവിക്കുക. എൻ്റെ കാലത്ത് തന്നെ എൻ്റെ കർത്താവ് മടങ്ങിയെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർ ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന, എൻ്റെ മരണത്തിന് മുമ്പ് കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർ ഇപ്പോഴും ഉണ്ട്. നമുക്കൊരു പക്ഷേ മണ്ടത്തരം എന്നൊക്കെ തോന്നിയേക്കും, പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ വാഞ്ച എന്നറിയോ? കർത്താവ് മടങ്ങി വരണം. കർത്താവ് മടങ്ങി വരുന്നവിടെ നമ്മുടെ ലോകത്തെ ഈ കഷ്ടതയ്ക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. മനുഷ്യൻ്റെ യാതനകൾക്ക് പരിഹാരം ഉണ്ടാവില്ല. അവൻ മടങ്ങി വരുന്നതിലൂടെ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വത്തും സമ്പത്തും ഒന്നും നമ്മുടെ തലമുറകളെ സൂക്ഷിക്കാൻ പര്യാപ്തമല്ല. പക്ഷേ അവൻ്റെ മടങ്ങി വരവിലാണ് ഈ തിന്മ നീങ്ങി പോകത്തുള്ളൂ, ഈ പാപത്തെ തുടച്ചു കഴിയാൻ കഴിയത്തുള്ളൂ, പിശാചിനെ ബന്ധിക്കാൻ കഴിയത്തുള്ളൂ. അതുവരെ നമ്മളുടെ ഈ സങ്കടങ്ങൾക്ക് തുടർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവനെ കാത്തു നിൽക്കുന്നവരായി തീരുവാൻ ഇന്ന് പൽക്കാലം നമുക്ക് കഴിയട്ടെ. നമുക്ക് വേഗം പോകാം. ഇറ്റ് ഈസ് ഫോർ ഗിവിങ് റിവാർഡ് ഫോർ ദോസ് ഹു ആർ സ്റ്റാൻഡ് ഫോർ. റെവലേഷൻ 22:12 എന്തിനാണ് വരുന്നറിയാമോ? വെളിപ്പാട് 22:12. പ്രതിഫലവുമായിട്ടാണ് കർത്താവിൻ്റെ വരവ്. അവൻ വരുന്നത് എന്തായിട്ടാണ്? പ്രതിഫലം. നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഇല്ലേ, ഈ പ്രവൃത്തി, ഇതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം തരേണ്ട കർത്താവ് നമുക്ക് വേണ്ടി വരുന്നത്. ആ പ്രതിഫലം സ്വീകരിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ അത് തരുവാനായിട്ട് അവൻ വരുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ ചിലർ അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടണം, ചിലർ നല്ല വാക്ക് പറയണം, ചിലർ തിരിച്ച് ചിലർ ചെയ്യണം. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. പക്ഷേ പലതും നമുക്കത് കിട്ടാറില്ല. നമ്മൾ അസംതൃപ്തരും പലപ്പോഴും നിരാശരുമായി മാറിയേക്കാം. നമ്മൾ ഓർക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. നമ്മളെ സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. നമ്മൾ ആദരിക്കേണ്ടവർ ആദരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. നമ്മൾ ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന സകലത്തിനെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ബഹുമാനിക്കാൻ, ആദരിക്കാൻ ഒരുവൻ വരുന്നുണ്ട്. നമ്മൾ ചെയ്ത സകലത്തിൻ്റെയും ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്കും ഒരു പ്രതിഫലവുമായിട്ട് ഒരുവൻ വരുന്നുണ്ട്. ആ പ്രതീക്ഷ നമുക്കുണ്ടാവണം. നമുക്ക് പ്രതിഫലം യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് നമ്മുടെ കർത്താവിൽ നിന്നാണ്. ആ പ്രതിഫലം ഒരിക്കലും കുറയുന്നതല്ല, അത് ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിലും ഏറ്റവും മഹത്വമുള്ള ഒരു പ്രതിഫലമായിരിക്കും. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ ആ പ്രതിഫലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവന് വേണ്ടി സ്വേച്ഛയില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. കാരണം ഈ പ്രതിഫലം തരുന്ന ആരാ? കർത്താവാണ്. ഞാൻ ചെയ്യുന്ന സകലത്തിൻ്റെയും മറുപടി തരുന്ന ആരാ? കർത്താവാണ്. അതിൻ്റെ ബഹുമാനം എനിക്ക് തരുന്ന ആരാ? കർത്താവാണ്. എന്നെ ആദരിക്കുന്ന ആരാ? കർത്താവാണ്. മൊർദെഖായിയൊക്കെ അതൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മൊർദെഖായി അങ്ങനെയൊക്കെ ചെയ്തത്. ദൈവത്തെ മാത്രമേ ഞാൻ നമസ്കരിക്കുകയുള്ളൂ, തീരുമാനമാണ്. ദൈവത്തിന് മാത്രമേ ഞാൻ മഹത്വം കൊടുക്കുകയുള്ളൂ, തീരുമാനമാണ്. ഹാമാനെ വണങ്ങിയില്ല, തല പോയാലും പോട്ടെ, ദൈവത്തെ ഞാൻ ആരാധിക്കത്തുള്ളൂ, തീരുമാനമാണ്. സംഭവിച്ചത് തന്നെ, ഈ ഹാമാനെ കൊണ്ട് തന്നെ ഇവനെ ആദരിപ്പിക്കുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ഹാമാനെ കൊണ്ട് തന്നെ ഇവൻ്റെ മുമ്പ് വിളിച്ച് പറയിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ആദരിക്കുന്ന ദൈവമാണ്, ബഹുമാനിക്കുന്ന ദൈവമാണ്. നമ്മൾ മനുഷ്യൻ്റെ ആദരവും ബഹുമാനം പ്രതീക്ഷിക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഉയർന്ന ദൈവമാണ്. ഞാനിത് വളരെ ജീവിതത്തിൽ നേരിട്ടുള്ള ആളാണ്. പലപ്പോഴും എനിക്ക് ഈ സ്ഥാനങ്ങൾ പിടിച്ചു കയറാനുള്ള കഴിവെന്നുള്ള ആളല്ല ഞാൻ. ഇങ്ങനെ സ്റ്റേജുകളിൽ പോലും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ സാവധാനം ചെയ്തു പോകുന്ന സാധാരണ ഉപദേശിയാണ് ഞാൻ. അപ്പോൾ ക്ലാസ് എടുക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. പലപ്പോഴും ഞാൻ ചെയ്ത പലതും അവഗണിക്കപ്പെടുന്നതൊക്കെ ഞാൻ കണ്ട് പലപ്പോഴും എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഒരു ഇഷ്യൂ ആയിട്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷേ ഞാൻ ഓർത്തത് ഇതൊക്കെ ദൈവമാണ് ഇതിനെ പരിഹരിക്കേണ്ടത്. അങ്ങനെ ദൈവം എന്നെ അതിനൊക്കെ ഓണർ ചെയ്ത ആ ലെവൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഓണർ ചെയ്യുന്നത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകും. എത്ര വിശാലമായിട്ട് ദൈവം നമ്മൾ ആദരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോകത്തിൽ നിന്ന് ഈ ആദരവും ബഹുമാനവും പ്രതിഫലമൊക്കെ പ്രതീക്ഷിച്ച് നടന്നുള്ള കുഴപ്പം പലപ്പോഴും അത് തുച്ഛമായ ചിലതിലേക്ക് ഒതുങ്ങിപ്പോവും. പക്ഷേ ദൈവം നമ്മളെ ഓണർ ചെയ്യാൻ നമ്മൾ അവന് അവസരം കൊടുക്കണം. നമുക്ക് പ്രതിഫലം കർത്താവ് വരാറായി, അവൻ നമ്മളെ ഓണർ ചെയ്യുക. ഇനി എന്താണ് ഇതിൻ്റെ താമസിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ? പത്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9.
ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പത്രോസിന് ഈ വിഷയം മനസ്സിലായി. എഴുതി വന്നപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ പ്രതീക്ഷ കെട്ടുപോകുന്നല്ലോ തോന്നി. പലരും പറഞ്ഞു കർത്താവിന് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങി കാണും. പലരും പറഞ്ഞു കാണും ഇതൊക്കെ വെറുതെയാണ്, കർത്താവിന് പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നി കാണും. ആ പ്രത്യാശയെ കെടുത്തിക്കളയുന്ന വാക്കുകൾ വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾ ചിലർ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. കർത്താവ് വരാൻ താമസിക്കുന്ന കാരണം എന്നറിയോ? ചിലർ കൂടി മാനസാന്തരപ്പെടാൻ ഒരവസരമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളിന്നിവിടെ നിൽക്കുന്നത്, അല്ലേ? അപ്പോസ്തലന്മാരുടെ കാലത്താണ് കർത്താവ് വന്നു പോയെങ്കിൽ നമ്മളെവിടെയായിരുന്നു? കഴിഞ്ഞ നൂറ്റാണ്ടിൽ കർത്താവ് വന്നു പോയെങ്കിൽ നമ്മളെവിടെയായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ തലേദിവസമാണ് കർത്താവ് വരുന്നെങ്കിൽ നമ്മളെവിടെയായി? നമ്മളൊരു കരുണ കാണിച്ചുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നത്, അല്ലേ? അവൻ്റെ ദീർഘക്ഷമ വലുതാണ്, അവൻ്റെ കരുണ വലുതാണ്. അവൻ്റെ മക്കളോട്, അവൻ സൃഷ്ടിച്ച മനുഷ്യനോടുള്ള അവൻ്റെ ഫേവർ വലുതാണ്. നമ്മളാരും നശിച്ചു പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക, നമ്മൾ ക്രമപ്പെടാൻ, നമ്മൾ ഒരിക്കൽ കൂടി അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, ഒരു ദിവസം കൂടി അവൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ, അവനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലാൻ, അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നത് കാണാൻ അവൻ കാത്തിരിക്കുക. അങ്ങനെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ആ ഒരു പിതാവ്, നമുക്കറിയത്തില്ലേ മുടിയനായ പുത്രൻ്റെ കഥ അറിയത്തില്ലേ? എന്താ സംഭവിച്ചത്? ആ പിതാവ് ആവിലൂടെ കാത്തിരിക്കുകയായിരുന്നു ആ മകൻ മടങ്ങി വരുന്നത്. അവൻ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. എന്നാൽ പോലും അവൻ്റെ മടങ്ങി വരും ആ പിതാവിലുണ്ടാക്കിയ മാറ്റം ഇതെല്ലാം മറന്നു കളഞ്ഞു. സ്വർഗസ്വനായ പിതാവ് അങ്ങനെയാണ്. ഇന്ന് പൽക്കാലം നമ്മൾ ഓർത്തിരിക്കുക, ഈ ദിവസം ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ ക്രമപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് അവിടെ മുമ്പിൽ വന്നിരിക്കുക. നമ്മളറിയേണ്ട കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് വരാൻ താമസിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇനി അവനെ അറിയാത്ത അനേകർ ഈ ഭൂമിയിലുണ്ട്. അവനെ മനസ്സിലാക്കാത്ത ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. പേര് പോലും കേട്ടിട്ടില്ലാത്ത, ലോകത്തിൻ്റെ രക്ഷയായി വന്ന യേശുവിൻ്റെ പേര് പോലും കേൾക്കാത്ത അനേക ആളുകൾ ഭൂമിയിൽ ഇന്നുമുണ്ട്. തലമുറകളുണ്ട്, ജാതികളുണ്ട്, സമൂഹങ്ങളുണ്ട്. അവരെല്ലാം അറിയണം. ദൈവത്തിൻ്റെ ആഗ്രഹമുണ്ട്. കാരണം കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും പൊക്കമുണ്ടെങ്കിലും പൊക്കില്ല, എല്ലാം മനുഷ്യനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. നമുക്കല്ലേ ഡിഫറൻസസ് ഉള്ളത്? കാട്ടിൽ ജീവിച്ചാലും നാട്ടിൽ ജീവിച്ചാലും പട്ടണത്തിൽ ജീവിച്ചാലും ഗ്രാമത്തിൽ ജീവിച്ചാലും നമുക്ക് വ്യത്യാസമുള്ളൂ. തമ്പുരാന് നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിന് അവൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ജനമാണ്. ഇന്ന് പലകാലം കർത്താവേ, എനിക്ക് തരുന്ന നിമിഷങ്ങൾ ഞാൻ അങ്ങയുടെ സ്നേഹത്തെ പകരാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര പേർ തീരുമാനമെടുക്കും? നീ വേഗം വരണമേ, ഞാൻ എൻ്റെ കാര്യം ചെയ്യാം, നിൻ്റെ സ്നേഹത്തെ ഞാൻ അനേകരിലേക്ക് പകരാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര പേർക്ക് മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ കഴിയും? നീ വരാൻ തയ്യെന്ന് കർത്താവ് എൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ സഹായിക്കണമേ. നിങ്ങളുടെ ഇടത്തും വലത്തും മുന്നിലും പുറകിലും നിങ്ങളുടെ അയൽവക്കത്തും ഒക്കെ ഉള്ള ആളുകളിലേക്കൊന്ന് ഹൃദയം കൊണ്ടൊന്ന് സഞ്ചരിച്ച്, എത്ര പേർക്കാണ് കർത്താവിനെ അറിയാൻ കഴിയാത്തത്? എത്ര പേർക്കാണ് ഈ സത്യത്തെ മനസ്സിലാക്കുക? എത്ര പേർക്കാണ് ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ കഴിയാത്തത്? നാം എല്ലാം സ്വസ്ഥരായിരുന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ, എനിക്ക് ആരുമില്ല, ഈ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്ന എത്ര മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്? തകർക്കപ്പെടുന്ന എത്ര മനുഷ്യരാണ് ഉള്ളത്? പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത എത്ര ജീവിതങ്ങളുടെ നമ്മുടെ ഒന്നും മാർഗമില്ലാതെ ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും ജീവിതത്തെ നശിപ്പിക്കുന്നതിൽ പോകുന്നത് എത്ര തലമുറകളാണെന്ന് അറിയാമോ? ഈ മദ്യത്തിന് മയക്കുമരുന്നിലേക്ക് പോകുന്നത്. എനിക്ക് ആരുമില്ല, അപ്പനുമില്ല, അമ്മയുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയാണ് അവരെ ഈ നാശത്തിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് അവരിതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, കർത്താവേ, നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് കർത്താവിൻ്റെ നമ്മുടെ കാര്യങ്ങളെ ചേർത്ത് നമുക്ക് കർത്താവിൻ്റെ, കർത്താവേ, ഞാൻ അവൈലബിളാണ് നിനക്ക് മുമ്പിൽ, ഞാൻ പോകാം, നിൻ്റെ വരവ് എനിക്ക് എത്രയും വേഗം വേണം, നിന്നെ അറിയാത്തവരിലേക്ക് ഞാൻ. കർത്താവ് എന്തുകൊണ്ട് വൈകുന്നു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവൻ ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കുറേ പേരുടെ മാനസാന്തരം, കുറേ പേര് കർത്താവിന് വരണം, കുറേ പേര് നീതിയിലേക്ക് വരണം, കുറേ പേരും കൂടെ ദൈവസത്യത്തെ അറിയണം, കുറേ പേരുടെ ദൈവത്തിൻ്റെ നീതി അറിയണം, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയണം, രക്ഷയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണത്. ഇന്ന് പൽക്കാലം നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാനായിട്ട് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് കർത്താവിൻ്റെ ചിലൊരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പൽക്കാലം ഞാൻ എൻ്റെ മുമ്പിൽ അവൈലബിളാണ്, ഞാൻ അവൈലബിളാണ് കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് തിരുമുമ്പിൽ കൈകളെ ഒന്ന് ഉയർത്തി അവിടുത്തെ സന്നിധിയിൽ നിൽക്കുക. മഹാശക്തിയോടും തേജസ്സോടും വരുന്ന കർത്താവ്, അത്യുന്നതനായ ദൈവം, സകല ദൂതന്മാരും വാഴ്ത്തുന്ന, ഹല്ലേലൂയ. നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ, മഹത്വവും
ആരാധനയും പുകഴ്ചയും ബഹുമാനവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെന്ന് ഹല്ലേലൂയ 24 മൂപ്പന്മാരും അവരുടെ കിരീടം താഴെയിട്ട് ദൈവം മുമ്പിൽ ഏറ്റുപറയുന്ന രംഗം ഒന്ന് ഓർത്തേ. ഇന്ന് പൽക്കാലം ആ മഹത്വത്തിന് യോഗ്യനായവൻ നമ്മുടെ ഇവിടെ ഈ സാന്നിധ്യം, അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവനിവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സകല ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ, ആദരവിന് യോഗ്യനായ എൻ്റെ കർത്താവിന് മുമ്പിലാണ് ഇന്ന് പൽക്കാലം നമ്മളായിരിക്കുന്നത്. ഇന്ന് പൽക്കാലം കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ വരവിനോട് നോക്കി പാർക്കുവാനുള്ള കൃപ എനിക്ക് വേണം. തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി വരുന്ന കർത്താവ്, അവൻ്റെ വരവ് എപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇന്നല്ലേ നാളെ ഏത് നിമിഷമാണെന്നാൽ കർത്താവേ, ഞാൻ നിൻ്റെ ഒപ്പം വരുവാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ആഗ്രഹം അത് നിൻ്റെയോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകം എനിക്ക് അന്യമാണ് കർത്താവേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സകലതും ചപ്പും ചവറും എന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇന്ന് പൽക്കാലം നമ്മളെ ഹൃദയങ്ങൾ വിട്ടുകൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി. കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി സഭയായി അങ്ങയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവ് നിൻ്റെ വരവിനെ നോക്കി പാർക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ വിശുദ്ധിയോടെ പാലിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തെ ജയിക്കുവാൻ കൃപ തരണമേ. തിന്മയെ ജയിക്കാൻ കൃപ തരണമേ. നിന്നോട്, നിൻ്റെ വചനത്തോട് സ്നേഹത്തോടും വിശ്വാസത്തോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ ജനമായ ഞങ്ങളുടെ മേൽ നിൻ്റെ സാന്നിധ്യം അനുദിനം പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നീ വരുവാൻ താമസിക്കുന്നത് ചിലരെ കൂടി ചേർക്കുവാനാണ്, ചിലർക്ക് കൂടി അവസരം തരുന്നതാണ്. നിൻ്റെ സ്നേഹത്തെ ഓർക്കുന്നു കർത്താവേ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുവാൻ, നിൻ്റെ സ്നേഹത്തെ ചിലർക്ക് കൂടി പകർന്നു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആഴ്ചക്കാലം ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. സഭയെ ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു കർത്താവേ. നിനക്ക് മഹത്വം വരട്ടെ, നിന്റെ നാമം ഉയർന്നിരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ പ്രിയ പിതാവേ.